ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മാർഗഴിയെയും ഗീതുവിനെയും കണ്ട് ഞെട്ടലോടുകൂടെ തന്നെ ഭദ്രൻ മുന്നോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ഭദ്രൻ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുക, ഇതാരാ എന്നും. അതെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ തനിക്കറിയാം. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതായിരിക്കും ഭദ്ര നല്ലത്. ഇനിയും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. താൻ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അജാസ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഓരോന്നോരോന്നായിട്ട് തുറന്നു പറ. അത് കേട്ടതും മാർഗഴി ചോദിക്കുക, നിങ്ങളാണോ എൻ്റെ അമ്മയെ ചതിച്ചത് എന്നും. അത് കേട്ടതും ഭദ്രൻ ഒന്നും മിണ്ടാതെ നിറകണ്ണുകളോടുകൂടെ മാർഗഴിയെയും ഗീതുവിനെയും മാറി മാറി നോക്കുക. അങ്ങനെ നമ്മുടെ ഭദ്രൻ എന്നിട്ട് പറയുക, ഇല്ല മോളെ, ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെയും ചതിച്ചിട്ടില്ല. ഭദ്രൻ ഒരുപാട് ശീലങ്ങളുള്ള ഒരാളാണ്. പക്ഷേ പെൺവിഷയത്തിൽ ഇതുവരെ ഭദ്രൻ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല എന്നും പറയണം. അത് കേട്ടതും അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് മാർഗഴി ഗീതുവിനെയും ഗോവിന്ദനെയും നോക്കുക. കണ്ണേട്ടാ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാനും മാർഗഴി എങ്ങനെയാ ഒരേ രൂപത്തിലായത്? പറ കണ്ണേട്ടാ, പറ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ചോദിക്കുക. പറയാൻ ഗീതു, സമയമുണ്ടല്ലോ, എല്ലാം ഭദ്രൻ തന്നെ പറയും. നിൻ്റെ അച്ഛൻ തന്നെ നിന്നോട് തുറന്നു പറയും എന്നും ഗോവിന്ദ് പറയുക. പറയച്ഛ, എന്താ ഇവിടെ സംഭവിച്ചേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മോളെ, നീ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അമ്മയെ ചതിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്നും മാർഗഴി ചോദിക്കുകയാണ്. അത് കേട്ടതും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം അന്വേഷിക്കാനായിട്ട് മാർഗഴിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പാതി സഹോദരി, അതായത് ഗീതുവിൻ്റെ പാതി സഹോദരിയാണോ മാർഗഴിയെന്ന്. എന്നാൽ ഞാൻ അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവസാനം എന്നെ കൂടെ ഞെട്ടിക്കുന്ന കഥയാണ് ഞാൻ കേട്ടത്. അന്ന് ഗീതു എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ വെച്ചാൽ ഞാൻ ഈ അന്വേഷണം തുടങ്ങിയത്. അങ്ങനെ ഞാൻ മാർഗഴിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അജാസ് മാർഗഴിയിലേക്ക് എത്തിയിരുന്നു. അവസാനം അതായത് വിലാസിനി പ്രസവിച്ച, അതായത് ഗീതുവിൻ്റെ അമ്മ പ്രസവിച്ച ആ ആശുപത്രിയിലേക്ക് വിലാസിനി ആൻറ്റിയെ പവിഴത്തെയും അഡ്മിറ്റ് ചെയ്തിരുന്ന ആ ഹോസ്പിറ്റലിലേക്ക് ഒരു അന്വേഷണം നടത്തി. അവിടെ അന്ന് ഭദ്രൻ ഈ ചതി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന കമ്പൗണ്ടറെ കണ്ട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചു. പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ നഷ്ടപ്പെട്ട് സമനില തെറ്റി നിൽക്കുന്ന അയാളുടെ മനസ്സിൽ നിന്നും അന്ന് താൻ ചെയ്ത ക്രൂരതകൾ മാത്രം അകന്നു പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് തന്നെ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് അയാൾ ഭ്രാന്തനായി തുടരുന്നു. അത് കേട്ടതും മാർഗഴി ചോദിക്കുക, ആരാ ഈ വിലാസിനി ആൻറ്റി? അപ്പോൾ ഗീതു, വിലാസിനി എൻ്റെ അമ്മയാണ്. അപ്പോൾ മാർഗഴി വീണ്ടും ഭദ്രനെ നോക്കുക. എന്തിനാ എൻ്റെ അമ്മ പവിഴത്തെ ചതിച്ചത്? പാവമല്ലേ എൻ്റെ അമ്മ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും, ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെയും ചതിച്ചിട്ടില്ല മോളെ എന്നും പറയുകയാണ് ഭദ്രൻ. പിന്നെ എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും തുറന്നു പറ. പറയാനുള്ള മനസ്സ് വരുന്നില്ലല്ലേ ഭദ്ര? എങ്ങനെ വരും? മാർഗഴി, ഒരു കാര്യം ഞാൻ പറയാം. ഇയാൾ ചതിച്ചത് പവിഴത്തെയല്ല, വിലാസിനിയെയും മാർഗഴിയെയുമാണ്. അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടുകൂടെ നോക്കുക. അതെ, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഗീതു ജനിക്കുന്ന സമയത്ത് ഗീതുവിനോടൊപ്പം ജനിച്ച ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു. അത് കേട്ടതും, വേണ്ട കണ്ണേട്ടാ, എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ ഇരട്ട സഹോദരിയാണോ മാർഗഴി? അപ്പോൾ നമ്മുടെ ഗോവിന്ദ്, അതേ ഗീതു, നിനക്കൊപ്പം മിനിറ്റുകൾ കഴിഞ്ഞ് ജനിച്ച നിൻ്റെ അനിയത്തിയാണ് മാർഗഴി. ആ സമയത്ത് നിൻ്റെ അച്ഛൻ ചെയ്ത ഒരു കൊടും ക്രൂരത എന്താ ഭദ്ര? അത് ഞാൻ പറയണോ? വേണ്ട, ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. അന്നത്തെ കാലത്ത് പെൺമക്കളെ നോക്കുന്നതൊക്കെ വലിയ കഷ്ടമാണെന്നും അത് വലിയ ചിലവാണെന്നും മനസ്സിലാക്കിയിരുന്നു ഞാൻ. അന്നേരം അറിഞ്ഞത് എൻ്റെ ഭാര്യയ്ക്കൊപ്പം പ്രസവിക്കാൻ കിടക്കുന്ന പവിഴത്തിൻ്റെ കുഞ്ഞു മരിച്ചു എന്ന്. ആ സമയത്ത് ഇരട്ട കുട്ടികൾ ജനിച്ച എൻ്റെ ഭാര്യയുടെ അരികിൽ നിന്നും ഒരു പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി മരിച്ചുപോയ പവിഴം എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വയ്ക്കുകയായിരുന്നു. അതിനുശേഷം പവിഴത്തിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഭാര്യയുടെ അടുത്തും വെച്ചു. ജനിച്ചപ്പോൾ തന്നെ ഒരു കുഞ്ഞ് ചാപിള്ളയായി ജനിച്ചു എന്ന് വിലാസിനിയോട് കള്ളം പറഞ്ഞു. അത് കേട്ടതും നമ്മുടെ മാർഗഴി ഞെട്ടലോടുകൂടെ ഭദ്രനെ നോക്കി, ഗീതുവിനെ നോക്കി, ഗോവിന്ദനെ നോക്കി, അജാസിനെ നോക്കി. എന്നിട്ട് എന്താ പറഞ്ഞേ? അതെ മോളെ, നീ എൻ്റെയും വിലാസിനിയുടെ മകളാണ്, ഗീതുവിൻ്റെ സഹോദരി, ഞങ്ങൾക്ക് ജനിച്ച ഇരട്ട മക്കളിൽ ഒരാൾ. അത് കേട്ടതും, ഇല്ല, അപ്പോൾ പവിഴം എൻ്റെ ആരുമല്ലേ? എന്തൊക്കെയായി പറയുന്നേ? പവിഴം എൻ്റെ ആരുമല്ലേ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ നിൽക്കുക. ഈ സമയം ഗീതു ഭയങ്കരമായിട്ട് കരയുക. തൻ്റെ സഹോദരിയെ കിട്ടിയ സന്തോഷ കണ്ണുനീരാണ് കേട്ടോ അത്. അപ്പോൾ മാർഗഴി, നിങ്ങൾ ചെയ്ത തെറ്റ്, നിങ്ങൾ ചതിച്ചത് വലിയ
ചതിയാ, നിങ്ങൾ ചെയ്തത് വലിയ കുറ്റമാണ്. എൻ്റെ അമ്മയെയും ഈ ഗീതുവിൻ്റെ അമ്മയെയും ഒക്കെ നിങ്ങൾ ചതിച്ചു, ഒരുപാട് ചതിച്ചു. നിങ്ങളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ മാർഗഴി ഇങ്ങനെ പൊട്ടിക്കരയുക. എന്നെ വളർത്തിയത് എൻ്റെ പവിഴമാണ്, എൻ്റെ അമ്മ എൻ്റെ പവിഴമാണ്. അത് മാത്രമല്ല, എന്നെ വളർത്തിയത് എൻ്റെ സ്വാമിയച്ഛനാണ്. സ്വാമിയച്ഛനും പവിഴവും അല്ലാതെ എനിക്ക് വേറെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. ഈ സമയം മാർഗഴി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയതും ഗീതുവിനോട് ഗോവിന്ദ്, ഗീതു നീ ചെന്ന് ആശ്വസിപ്പിക്കുക എന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ മാർഗഴി അവിടെ വെളിയിൽ നിന്ന് വാതിലിൽ ചാരി നിന്ന് കരയുമായിരുന്നു. അപ്പോഴേക്കും ഗീതു അങ്ങോട്ട് ചെന്നിട്ട്, എന്തായാലും നിന്നെക്കുറിച്ച് അമ്മ ഒരുപാട് പറയാറുണ്ട്. നീ ജനിച്ചപ്പോൾ ചാപിള്ളയായിട്ടാണ് ജനിച്ചതെന്നും പറഞ്ഞ് ഒരുപാട് കരയാറുണ്ട്. എനിക്ക് സന്തോഷമായി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ കൂടപ്പിറപ്പിന് എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴിയെ കെട്ടിപ്പിടിച്ച് ഗീതു പൊട്ടിക്കരഞ്ഞു. ഒരിക്കലും ഇങ്ങനൊരു കൂടപ്പിറപ്പുണ്ട്, അവൾ മരിച്ചുപോയി, ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നും വിചാരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാം അറിഞ്ഞിട്ടുള്ള ഈ ജീവിതം എന്നും പറഞ്ഞ് ഗീതു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ മാർഗഴിയെ കെട്ടിപ്പിടിക്കുക. ഈ സമയം ഭദ്രൻ അങ്ങോട്ട് വരിക. അപ്പം നമ്മുടെ ഗോവിന്ദ്, അജാസെ ഇനി എന്തായാലും ഭദ്രനെ ഒന്ന് സൂക്ഷിക്കണം. അതെന്താ സാർ? എനിക്ക് മനസ്സിലായി, ഭദ്രൻ ഭാസ്കരൻ്റെയും അനാർക്കലിയുടെയും ആളാണ്. ഈ വിഷയം അവരവിടെ ചെന്ന് പറയും. മാർഗഴി ഇറക്കിയ കാര്യം ഭദ്രൻ അറിയില്ല. അതുകൊണ്ട് ഈ വിഷയം ഇയാൾ അവിടെ ചെന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങളൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഒന്നും നടക്കില്ല. എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഭദ്രനെ ഒന്ന് സോപ്പിടാം. ചിലപ്പോൾ ആളൊരു മനസ്സ് മാറാനൊക്കെ കാരണമാകും. ഭദ്രനോ മനസ്സ് മാറാനോ അത് ഈ ജന്മത്ത് നടക്കില്ല എന്നും നമ്മുടെ ഗോവിന്ദ് പറയുക. അത് കേട്ടതും നമ്മുടെ അജാസ്, നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം സാർ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ്റെ പിന്നാലെ അജാസും ചെല്ലുക. ഈ സമയം ഭദ്രനെ കണ്ടത് മാർഗഴി തുറിച്ചു നോക്കി. നിങ്ങളെ എനിക്ക് കാണണ്ട, നിങ്ങളെപ്പോലെ ഒരു അച്ഛൻ ലോകത്തൊരു മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. എന്ത് ക്രൂരതയാ ഞാൻ നിങ്ങളോട് ചെയ്തത്. എൻ്റെ അമ്മയിൽ നിന്നും നിങ്ങൾ എന്തിനാ പിരിച്ചത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്വാമിയച്ഛൻ മറ്റൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പവിഴം എന്താ കഴിക്കാതിരുന്നെന്നറിയാമോ? ഞാൻ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന് കരുതിക്കൊണ്ട്, എൻ്റെ ജീവൻ സുരക്ഷിതമാക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ട്, ജനിച്ചപ്പോൾ തന്നെ അവരുടെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ വിഷമം കുറച്ച് നാളേക്ക് ഉണ്ടാവുകയുള്ളായിരുന്നു. അതിനുശേഷം അവരതിൽ നിന്നും വീണ്ടും ജീവിച്ച് നല്ലൊരു പുതിയ ജീവിതം തുടങ്ങി തന്നെയായിരുന്നു. എന്നാൽ ഇതിപ്പോൾ ഇരട്ടി സങ്കടമല്ലേ നിങ്ങൾ തന്നിരിക്കുന്നത്? പവിഴത്തിനെയും വേദനിപ്പിച്ച് എന്നെയും വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നും ചോദിച്ചുകൊണ്ട് മാർഗഴി കുറേ കരയുക. അത് കേട്ടത്, മോളെ അച്ഛനോട് ക്ഷമിക്കും മോളെ. അച്ഛനോ? ആരുടെ അച്ഛൻ? നിങ്ങളെൻ്റെ അച്ഛനല്ല. എൻ്റെ മുന്നിൽ പോലും ഇനി നിങ്ങൾ വന്നു പോകരുത്. നിങ്ങളെ കാണാൻ പോലും എനിക്കിഷ്ടമല്ല. അറപ്പും വെറുപ്പുമാണ്. ഒരിക്കൽ പോലും എൻ്റെ മുന്നിൽ വരരുത്. പൊയ്ക്കോ, എൻ്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോ. മോളെ ഗീതു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, നിങ്ങളെ ഞാനും ഇനി അച്ഛന്ന് വിളിക്കില്ല. നിങ്ങളെ എനിക്കും വെറുപ്പാണ്. നിങ്ങളെപ്പോലൊരു അച്ഛനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് കരുതിയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇപ്പം എനിക്കറിയാം എൻ്റെ ശാപം മുഴുവനും നിങ്ങൾ മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനെ ആട്ടിപ്പായിക്കുക. ഈ സമയം ഭദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഭദ്രൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മാർഗഴി ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ നമ്മുടെ മാർഗഴി പറയുക, അതെ എൻ്റെ അമ്മ പവിഴമാണ്. ആ പവിഴത്തെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല. ആ പവിഴം എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. പവിഴം എന്നെ പൊന്നു പോലെയാണ് വളർത്തിയത്. പവിഴം എന്നെ സ്നേഹിച്ചതും വളർത്തിയതും ഒക്കെ വലിയൊരു കഥയാണ്. ആ പവിഴത്തിൻ്റെ മകളായതുകൊണ്ട് പവിഴം എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹമൊക്കെ അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന ഇടയിലേക്ക് ഇയാൾ കയറി വന്നിപ്പോൾ പെട്ടെന്നൊരു ബോംബ് പൊട്ടിച്ച എന്ന് കരുതി പവിഴത്തെയും വിട്ടുകളയാൻ പറ്റില്ല. എനിക്ക് ജന്മം തന്നിട്ട് ഞാൻ മരിച്ചു പോയി എന്നും പറഞ്ഞ് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടണ്ടേ, ആ അമ്മയെ എനിക്ക് കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി നേരെ മുറിയിലേക്ക് പോയി. ഈ സമയം ഭദ്രൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഗോവിന്ദ് സാർ, ഇതാണ് പറ്റിയ അവസരം. ഭദ്രൻ എന്തായാലും മാറി. ഗീതുവും മാർഗഴിയും ഒരേപോലെ ഭദ്രനെ ശപിച്ചിരിക്കുന്നതുകൊണ്ട് ഭദ്രൻ്റെ മനസ്സ് മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. വാ നമുക്ക് സംസാരിക്കാം. അങ്ങനെ അജാസ് എന്ന് അവിടെ ചെന്ന് നിന്നു. ഭദ്രൻ അത് കേട്ടതും, എനിക്ക് തെറ്റ് പറ്റിപ്പോയി അജാസ്. ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. പെൺമക്കൾ ജനിച്ചാൽ അത് നമ്മുടെ കുടുംബത്തിൽ ദോഷമാണ്, ഒരുപാട് ചിലവ് കൂടും, പെൺമക്കൾ ഭാഗ്യമില്ലാത്തവരാണ് എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മക്കൾ തമ്മിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അല്ലേ അജാസ് എന്നും പറയാം. ഇപ്പോഴെങ്കിലും ഭദ്രനെല്ലാം ഒന്ന് മനസ്സിലാക്ക്. പെൺമക്കൾ ആർക്കും ഒരു ഭാരമല്ല, അവരൊരു ദോഷമല്ല. പെൺമക്കളുണ്ടെങ്കിലും ആൺമക്കളുണ്ടെങ്കിലും
എല്ലാവരെയും ഒരുപോലെ കാണണം. അത് കേട്ടതും അതെ അജാസ്, ഇനി അങ്ങനെ തന്നെയാ. ഇവള് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ ഗോവിന്ദനെ പോലെ ഒരു പണക്കാരൻ ചെറുപ്പക്കാരനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ആ പണം കൊണ്ട് എനിക്ക് സുഖിക്കായിരുന്നു. അത് കേട്ടതും അജാസിൻ്റെ മുഖം മാറി. ഇപ്പം എങ്ങനെയുണ്ട്? ഇയാൾ മാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനിയും സമയം വൈകിട്ടൊന്നുമില്ല അജാസ്. എന്തായാലും മാർഗഴി വിചാരിച്ച വീണ്ടും ഒരു പണക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് എന്തായാലും ഉറപ്പായിട്ടും ഞാൻ ഇനിയും സുഖിച്ച് ജീവിക്കും. അല്ല ജാസേ, മാർഗഴിയുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എന്നാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനിങ്ങനെ നിൽക്കുക. അതെ ഭദ്രൻ വന്നേ. എന്തിനാ ജാസ്? അതെ ബാക്കി കാറിലോ ഇരിപ്പുണ്ട് കുടിക്കാനുള്ളതേ. മദ്യം. എന്നാ വാ നമുക്ക് കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനെ വിളിച്ചുകൊണ്ട് നമ്മുടെ അജാസ് അങ്ങ് പോവുക. ഈ സമയം ഗോവിന്ദ ഈശ്വര, ഗീതുവിനും മാർഗഴിക്കും ഇത് നല്ല സന്തോഷകരമായ മുഹൂർത്തമാണ്. പക്ഷേ ഭദ്രനാണ് തെറ്റ് ചെയ്തത്. ഒന്നും അറിയാത്ത വിലാസിനി ആൻറ്റി പാവ, ആ ആൻറ്റിയെ സന്തോഷിപ്പിക്കാനെങ്കിലും മാർഗഴി ഒന്ന് പോയി കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ നിൽക്കുക. ഈ സമയം കട്ടിലിരുന്ന് ഗീതു ഭയങ്കരമായിട്ട് കരയുക. സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് കേട്ടോ. ഗീതുവിൻ്റെ മനസ്സ് നിറയെ സന്തോഷമാണ്. തൻ്റെ അനിയത്തിയെ തനിക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷം. കിട്ടിയല്ലോ, എൻ്റെ അനിയത്തി എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, ഒരുപാട് സന്തോഷമായി. ഈശ്വര, ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ എൻ്റെ അനിയത്തി തിരിച്ചു കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. മരിച്ചുപോയി എന്ന് അമ്മ പറയുമ്പോഴൊക്കെ ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ഇത്രയും അടുത്ത് ഞാൻ എന്നെ തന്നെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നേ. അപ്പം മാർഗഴി മുഖം കഴുകിക്കൊണ്ടിരിക്കുക. ഈ സമയം മാർഗഴിയെ തന്നെ നോക്കി ഗീതു ഇങ്ങനെ ഇരിക്കുക. മാർഗഴി, ഞാനൊരു കാര്യം പറയാം. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മ പറഞ്ഞ് എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എന്താണെന്നറിയാമോ? നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലോ എന്നോർത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിൻ്റെ അമ്മ പവിഴം, അവരൊരു പാവമാണ്. കാരണം അവർക്ക് സത്യങ്ങളൊന്നും അറിയില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും. നമ്മുടെ അമ്മയും, നിന്നെ പ്രസവിച്ച നമ്മുടെ അമ്മ, ആ അമ്മയും ഒരു പാവ അമ്മയാണ്. ആ അമ്മയുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ എല്ലാം മറക്കും. എല്ലാ സന്തോഷവും നിനക്ക് തിരിച്ചു കിട്ടും. നീ ഒന്ന് അമ്മയെ കാണാൻ വരണം. അത് കേട്ടതും എന്ത് ചെയ്യാനാ, എനിക്കാരെയും കാണാൻ തോന്നുന്നില്ല. നിനക്കറിയോ മാർഗഴി, അമ്മയ്ക്ക് ഒരു അസുഖം വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് അസുഖം വന്നത്, മാരകമായ അസുഖം. മരിക്കോ ജീവിക്കോ എന്നൊക്കെ ഓർത്ത് ആ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴും അമ്മയുടെ മനസ്സിൽ എന്താ ഒരു സന്തോഷം ഉണ്ടായിരുന്നെന്നറിയാമോ? മരിച്ചു പോയിട്ടുണ്ടെങ്കിലും പരലോകത്ത് ചെന്ന നിന്നെ കാണാമല്ലോ എന്നോർത്തായിരുന്നു ആ അമ്മയുടെ സന്തോഷം. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ അമ്മ ഒരു പാവ, അച്ഛനെ പോലെ ദുഷ്ടമനസ്സുള്ള ഒരാളൊന്നുമല്ല. ആ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. ആ അമ്മയുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നിനക്കെല്ലാം തിരിച്ചറിയാൻ പറ്റും. അമ്മ ഒരു പാവ മാർഗഴി, പാവ എന്നും പറയുക. അത് കേട്ടത് മാർഗഴി കരഞ്ഞു. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനൊരു അച്ഛനാണ് എനിക്കുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ചത്തുപോയായിരുന്നു. അച്ഛനെക്കുറിച്ച് അന്വേഷിച്ച് ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. സത്യം പറയാമല്ലോ, എൻ്റെ അച്ഛനെ അന്വേഷിച്ചാണ് ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ നാട്ടിലേക്ക് വന്നത്. പക്ഷേ അങ്ങനെയുള്ളപ്പോഴൊക്കെ ഞാൻ അത് അന്വേഷിക്കുമ്പോഴും ഭദ്രൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാളല്ല എൻ്റെ അച്ഛനെന്ന്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും കരുതിയില്ല ഗീതു. എന്തായാലും ഇവിടെ നടന്നതൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വാമിയച്ഛൻ വളർത്തിയ എന്നെ എൻ്റെ അമ്മ പവിഴം ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ആ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയത് ഒരു വളർത്തമ്മയെ പോലെയല്ല, ഒരു പോറ്റമ്മയെ പോലെയാണ്. ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആ അമ്മയെ വിട്ടുകളയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ അമ്മ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ മാർഗഴി. ആ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ ആ അമ്മയെ തള്ളിക്കളയുന്നത് ശരിയല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മയും. നിന്നെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും ചെയ്തത് അച്ഛനാ. അച്ഛൻ നിന്നെ ചതിച്ച, എൻ്റെ അമ്മയെ ചതിച്ച അയാളെ ഇനി ഞാൻ അച്ഛന്ന് വിളിക്കില്ല. എനിക്ക് അയാളെ കാണുന്നത് പോലും വെറുപ്പാണ്. എന്തൊക്കെയായാലും അയാളോട് ഇനി എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല മാർഗഴി. അതുകൊണ്ട് തന്നെ നീ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ അമ്മയെ ഒന്ന് പോയി കാണണം. ആ അമ്മയുടെ സ്നേഹം നീ ഒന്ന് അനുഭവിക്കണം. ആ സ്നേഹം കിട്ടിയാലുണ്ടല്ലോ ഉറപ്പായിട്ടും നിനക്ക് ഭയങ്കര സന്തോഷമാവും. ആ അമ്മയുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നീ എല്ലാം മറക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി ഉപദേശിക്കുക. അത് കേട്ടതും ജീവിതം എന്ന് പറയുന്നത് എനിക്കും, അതായത് ഈ മാർഗഴിക്കും പവിഴത്തിനും ഒരു ഓട്ടമാണ്. ഓടി 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 ഇങ്ങനെ തളരും. എത്ര തളർന്നാലും ഓട്ടം അവസാനിപ്പിക്കില്ല.
ആ ഓട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പാവങ്ങളെ സഹായിക്കാനും വിശപ്പ് മാറ്റാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും മാർഗഴി ഒരുപാട് ഓടിയിട്ടുണ്ട്. മാർഗഴിയോടൊപ്പം പവിഴവും മോഷണവും പിടിച്ചുപറിയും പിന്നെ അങ്ങനെ പല കാര്യങ്ങളും എല്ലാം ചെയ്തത് പാവത്തുങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. പലരുടെയും അസുഖം മാറ്റാനുള്ള മരുന്ന് വൈദ്യനച്ഛൻ പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. എല്ലാം മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. അവസാനം ഞങ്ങൾ ഓടുന്നത് നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളല്ല, മാരിയമ്മയാ എന്നും മാർഗഴി പറയുക. അത് കേട്ടതും ഗീതു ഇങ്ങനെ മാർഗഴിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷമാണ്. ഇനി അറയ്ക്കലിലേക്ക് മാർഗഴിയും ഗീതവും ഒരുമിച്ച് പോകും. അവിടെ ചെന്ന് ഇനി രാധികയ്ക്കും വരുണിനും ഭാസ്കരനും അനാർക്കലിക്കുമെല്ലാം ഇടിവെട്ട് പണിയാണ് കിട്ടാൻ പോകുന്നത്. അതെ, മാർഗഴിയുടെ അച്ഛൻ ഭദ്രനെന്ന് മാത്രമല്ല, മാർഗഴിയുടെ അമ്മയും വിലാസിനിയാണ്, ഗീതുവിൻ്റെ ഇരട്ട സഹോദരിയാണ്. ഇനി ഒരിക്കലും മാർഗഴിക്ക് ഗീതുവിനെ ചതിക്കാൻ കഴിയില്ല. തൻ്റെ രക്തത്തെ ചതിച്ചാൽ അതിനേക്കാളും വലിയൊരിത് നമ്മുടെ മാർഗഴിക്ക് പിന്നെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അനാർക്കലിക്കും രാധികയ്ക്കൊക്കെ ഇനി കിട്ടാൻ പോകുന്ന 16ൻ്റെ പണി എന്താണെന്ന് അറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.